ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് VV എൻ്റർടൈൻമെൻറ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനായിട്ടുള്ളത്, എല്ലാവരും നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ മാരുതിയുടെ ഷോറൂമിലാണ് ഞാനുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആകാശിനെ ഒന്ന് കാണാൻ പോകുന്നതാണ്. അപ്പോൾ ആകാശ് എന്ന് വെച്ചാൽ നമ്മുടെ മാരുതിയില്ല, നമ്മൾ അതായത് താഴെ ഇപ്പോൾ നമ്പർ നൽകാറുണ്ട് നമ്മുടെ എക്സിക്യൂട്ടീവിനകത്ത് നമ്മുടെ സുഹൃത്താണ് ആകാശ്. അപ്പോൾ ആകാശിനെ കാണാൻ വന്ന സമയത്ത് ഇവിടെ ബ്രസയിൽ അത്യാവശ്യം നല്ല ആക്സസറീസ് ഒക്കെ ചെയ്ത് ഇട്ടേക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഈ ഒരു ബ്രസയിൽ ഈ വരുന്ന ആക്സസറീസ് എല്ലാം ഫ്രീ ആണെന്നാണ് ആകാശ് പറഞ്ഞത്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടേക്കാം എന്ന് പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം ഓഫറും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കൈയോടെ തന്നെ വാഹനം ബുക്ക് ചെയ്ത് സ്വന്തമാക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഈ കിടക്കുന്നത് ബ്രസയുടെ VXi വേരിയൻ്റ് ആണ്. 11,50,000 രൂപ മാനുവലിനും 13,48,000 രൂപ ഓട്ടോമാറ്റിക്കിനും ഓൺ റോഡ് പ്രൈസ് വരുന്ന ഒരു വാഹനമാണ് ഈ കിടക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിനുള്ളിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. എക്സ്ട്രാ ഒരു ആക്സസറീസും നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഒരു ഓഫറിൽ തന്നെ അത്യാവശ്യം ആക്സസറീസ് കിട്ടുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും തന്നെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒരു 1,00,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റും. 5 വർഷമാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 23,000-നടുത്ത് EMI വരും. 7 വർഷത്തേക്കാണെങ്കിൽ ഏകദേശം ഒരു 18,000 രൂപയ്ക്ക് അടുത്താണ് ഈ ഒരു വാഹനത്തിന് നിലവിൽ EMI കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു VXi വേരിയൻ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്തുള്ള ആക്സസറീസ് നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് ഫീച്ചേഴ്സും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് അപ്പ് ചെയ്ത് നോക്കിക്കൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ടിൽ ഇപ്പോൾ വൈറ്റ് കളർ വാഹനമാണ് കിടക്കുന്നത്. അത്യാവശ്യം നല്ല രസമുണ്ട് കാണുന്നതിനായിട്ട് വൈറ്റ് കളർ. അത്യാവശ്യം കളർ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. പെട്രോളിൽ മാത്രമേ നമുക്ക് ഒരു വാഹനം ഡീസലിൽ നമുക്ക് ലഭിക്കില്ല, പെട്രോളിലാണ് നമുക്ക് ഒരു വാഹനം ലഭിക്കുന്നത്. ഫീച്ചേഴ്സിലേക്ക് വരാം. അപ്പോൾ ഫ്രണ്ടിൽ ഓൾറെഡി നമുക്ക് ഈ ഒരു വാഹനം പ്രൊജക്ട് ടൈപ്പ് എല്ലാം യൂണിറ്റാണ് വാഹനത്തിന് നിലവിൽ കമ്പനി നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് അവിടെ ആക്സസറീസോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അതേപോലെ തന്നെ ഈ ഒരു പോർഷനിലൊക്കെ വരുന്ന സമയത്ത് അത്യാവശ്യം ക്രോം എലമെൻറ്റുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഗ്രില്ലിൽ നൽകിയിട്ടുള്ള ഈ ഒരു ഫിനിഷിംഗ് ഉണ്ട്, ഈ ഒരു ലൈനിങ് നമ്മൾ ഈ ഒരു ആക്സസറീസിൽ വരുന്നതാണ്. ഈ ഒരു ലൈനിങ് ആക്സസറീസിനകത്താണ് അവർ നൽകിയിട്ടുള്ളത്. പിന്നെ എയർ ഡാമിൻ്റെ പോർഷനിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം എയറിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ആ ഒരു വാഹനത്തിൽ നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ക്ലാഡിങ് ഉണ്ട്, ഈ ഒരു ക്ലാഡിങ് ഇതിൽ നമുക്ക് എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് വരുന്നതാണ്. നല്ല രസമുണ്ട് അത് കാണുന്നതിന് വേണ്ടി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ ഫോഗ് ലാമ്പിൻ്റെ സ്ലോട്ടിലേക്ക് വരുന്ന സമയത്ത് നിലവിൽ ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഫോഗ് ലാമ്പ് വരുന്നില്ല. പക്ഷേ നമ്മൾ ആ ആക്സസറീസിൻ്റെ പാക്കേജിനകത്ത് ഫോഗ് ലാമ്പ് കൂടി എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. അതിന് ചുറ്റും വരുന്ന ആ ഒരു ക്രോം എലമെൻറ്റ് കൂടി നമുക്ക് ആ ഒരു ആക്സസറീസിൻ്റെ പാക്കേജിനുള്ളിൽ വരുന്നതാണ്. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. അവിടെ തന്നെ നേരെ നമുക്ക് സൈഡിലേക്ക് വരാം. ഈ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ആക്സസറീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സൈഡ് പ്രൊഫൈൽ അവർ ചെയ്തിട്ടുണ്ട്. അലോയ് വീൽ നമുക്ക് വരുന്നില്ല. വീൽ കപ്പാണ് നിലവിൽ വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ള MRF ടയറാണ് വാഹനത്തിൽ വരുന്നത്. 16 ഇഞ്ചാണ് ഇതിൻ്റെ ഒരു ടയർ സൈസ്. 215/60R16 ആണ് ഇതിൻ്റെ ഒരു ടയർ പ്രൊഫൈൽ. ജസ്റ്റ് ലെങ്തും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ജസ്റ്റ് ലെങ്തിലേക്കൊക്കെ നമ്മൾ വരുന്ന സമയത്ത് 3995 mm ലെങ്തും 1790 mm വിക്തും 1685 mm ഹൈറ്റും 2500 mm വീൽ ബേസും 198 mm ഗ്രൗണ്ട് ക്ലിയറൻസും നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ മോശമല്ലാത്ത രീതിയിൽ ഗ്രൗണ്ട് ക്ലിയറൻസും ഒക്കെ വാഹനത്തിന് അവൈലബിൾ ആണ്. ഈ ഒരു ഫെൻഡറിൻ്റെ പോർഷനിൽ കാണുന്ന ഈ ഒരു സ്ട്രിപ്പും അതേപോലെ ഇതും നമ്മൾ ആക്സസറീസ് ആയിട്ട് എക്സ്ട്രാ വരുന്നതാണ്. അപ്പോൾ മിററിലേക്ക് വരുന്ന സമയത്ത് മിററിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അവിടെയും നമ്മൾ എക്സ്ട്രാ ആക്സസറീസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പില്ലർ നോക്കിയാൽ ബ്ലാക്ക് ഫിനിഷ് തന്നെ വരുന്നു. പിന്നെ വരുന്ന ആക്സസറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലാഡിംഗ് ഉണ്ട്. ഇത് നമ്മൾ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് വരുന്നതാണ്. ഒരു ഗ്ലോസി ഫിനിഷ്, അതിൽ തന്നെ ആ ഒരു റെഡ് പോലെ തോന്നിക്കുന്ന ഒരു ലൈനിങ്ങും കൂടി നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു താഴ്ഭാഗത്താണ് ഈ ഒരു ക്ലാഡിങ് നമ്മൾ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ സെൻട്രൽ ലോക്കൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. റെയിൻ ഗാർഡ് നമ്മൾ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ക്രോം എലമെൻറ്റ് ആക്സസറീസ് ആണോ എന്നൊരു സംശയമുണ്ട്. എൻ്റെ ഊഹത്തിൽ ഇത് നിലവിൽ ഇതൊരു ആക്സസറീസ് ആയിട്ട് തന്നെ ചെയ്തേക്കുന്നതാണ്. ആ ഒരു ക്രോം എലമെൻറ്റ്, അതായത് പില്ലറിൽ നിന്ന് തുടങ്ങി അങ്ങ് പില്ലർ വരെ അവസാനിക്കുന്ന രീതിയിലാണ് ആ ഒരു ക്രോം എലമെൻറ്റ് അതിനുള്ളിൽ വന്നിട്ടുള്ളത്. വേറെ അത്യാവശ്യം കട്ടിങ്സും കാര്യങ്ങളും എല്ലാം സൈഡ് പ്രൊഫൈലായിട്ട് വരുന്നുണ്ട്. ക്യാരക്ടർ ലെൻസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ബോൾഡായിട്ട് തോന്നുന്ന ഒരു മിററാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. വേറെ നമുക്കിവിടെ പറയാനായിട്ടൊന്നുമില്ല. ഗ്ലാസ് ഏരിയയ്ക്കൊക്കെ അത്യാവശ്യം വലുപ്പവും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഈ റിയർ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ആക്സസറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ലൈനിങ് വന്നേക്കുന്നത് നമ്മൾ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് വരുന്നത് തന്നെയാണ് ഈ ഒരു ലൈനിങ്. കൂടാതെ തന്നെ ഇവിടെ റിവേഴ്സ് ക്യാമറ ആഡ് ഓൺ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കമ്പനി ഫിനിഷിങ്ങിൽ തന്നെയാണ് അത് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് വരുന്നതാണ്. റിവേഴ്സ് സെൻസർ അവൈലബിൾ ആണ്. അതുപോലെ ഈ ഒരു ക്ലാഡിങ് ഉണ്ടോ, ഈ ഒരു ക്ലാഡിങ് നിലവിൽ നമ്മൾ ആക്സസറീസ് ആയിട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആക്സസറീസ് ആയിട്ട് കമ്പനി ചെയ്തിട്ടുണ്ട്. ഞാൻ ബൂട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയിക്കോട്ടെ. ഇവിടെയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ തന്നെ. ഓക്കെ, സെൻട്രൽ ലോക്ക് അടിക്കണം. ഇതിനകത്ത് 2 വട്ടം ലോക്ക് അടിക്കേണ്ട ഒരു പരിപാടികളുള്ളത് നിങ്ങൾക്കറിയാം. നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ നമ്മളത് ഓർക്കണമെന്നില്ല.
പാർട്സ് ഫിൽറ്റർ വരുന്നില്ല, നിലവിൽ വേണമെന്നുണ്ടെങ്കിൽ പാർട്സ് ഫിൽറ്റർ നമുക്ക് എക്സ്ട്രാ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം വരുന്നത് 3D മാറ്റ് വരുന്നുണ്ട് ഇതിനകത്ത്. 3D മാറ്റ് താണ്ട് ഇവിടെ കിടപ്പുണ്ട് കാണിക്കാനായിട്ട്. പിന്നെ ഇതൊക്കെ ഇളക്കി മാറ്റിയേക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ അകത്തേക്ക് നമുക്ക് കുറച്ച് അക്സസറീസ് അവർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അകത്തേക്ക് കയറുന്ന സമയത്ത് ഞാൻ കാണിച്ച 2 പില്ലോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതും നമ്മൾ ഈ അക്സസറീസിൽ വരുന്നതായിരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. 3D മാറ്റാണ് വരുന്നത്. അത് ഈ ഒരു രീതിയിലായിരിക്കും ആ 3D മാറ്റിൻ്റെ ക്വാളിറ്റി വരുന്നത്. കണ്ടോ, നല്ല രസമുണ്ട് അത് കാണാൻ. ഒരു പക്ഷേ ചിലപ്പോൾ അകത്തിട്ട് കാണത്തില്ല, ആൾക്കാർ കയറിയിരിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് ആ ഒരു 3D മാറ്റിൻ്റെ ക്വാളിറ്റി വരുന്നത്. അപ്പോൾ അതും കൊള്ളാം, നല്ല രസമുണ്ട്. അതും നമുക്ക് ഈ അക്സസറീസ് പാക്കേജിൽ വരുന്നതാണ്. ജസ്റ്റ് അകത്തേക്ക് വരാം. അകത്തേക്ക് വരുന്ന സമയത്ത് സെൻട്രൽ ലോക്ക് ഓൾറെഡി ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്, എക്സ്ട്രാ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു സംഭവം കണ്ടോ, ഇത് നമ്മൾ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് വരുന്ന സംഭവമാണ്. ആക്സസറീസ് ആയിട്ട് ചെയ്തേക്കുന്നതാണ്, ആക്സസറീസ് പാക്കേജിൽ വരുന്നതാണ്. പിന്നെ ഡോർ പാഡിലേക്ക് വരുന്ന സമയത്ത് 4 ഡോർ പവർ വിൻഡോയും മിറർ ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യുന്ന ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു വുഡൻ ഫിനിഷിംഗ് കണ്ടോ, ഇത് എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് വരുന്നതാണ്. അത് നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറുന്നതിന് മുന്നേ ഈ ഒരു പോർഷൻ കണ്ടോ, ഇവിടെ വരുന്ന ഈ ഒരു വുഡൻ ഫിനിഷിങ്ങും എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് തന്നെ വരുന്നതാണ്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്ന് നോക്കിക്കോട്ട്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് നിലവിൽ അവൈലബിൾ ആണ്. അത് കൊള്ളാം, സെക്കൻഡ് വേരിയൻറ്റിൽ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗും നമുക്ക് ഹൈറ്റും കാര്യങ്ങളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതേപോലെ സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് അകത്തേക്ക് വരാം. അകത്തേക്ക് വന്ന് അകത്തെ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫോഗ് ലാമ്പ് വെച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു കൺട്രോൾ ഈ ഒരു പോർഷനിലായിട്ട് അവർ നൽകിയിട്ടുണ്ട്. ഈ ഒരു പോർഷനിലായിട്ട് അവർ നൽകി. ട്രാക്ഷൻ കൊണ്ടുള്ള ബട്ടനാണ് ആ ഒരു പോർഷനിൽ വരുന്നത്. പിന്നെ അകത്തേക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു പോർഷൻ കണ്ടോ, ഈ ഒരു വുഡൻ ഫിനിഷിങ് നമ്മൾ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ചെയ്തേക്കുന്നതാണ്. ആ ഒരു പീസാണ് അവിടെ ഇളക്കി മാറ്റിയേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഇൻഫോർമേഷൻ സിസ്റ്റം ഒക്കെ നമുക്ക് വരുന്നത് കൊണ്ട് തന്നെ അതൊന്നും നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് റിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ഷോറൂമിനകത്ത് കിടക്കുവാണ്. ജസ്റ്റ് റിവേഴ്സ് ക്യാമറ ഞാൻ ഇട്ട് നോക്കിക്കോട്ടെ. കാരണം ഈ ഒരു രീതിയിലാണ് റിവേഴ്സ് ക്യാമറയുടെ വ്യൂ. അതായത് ഈ ഒരു ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ തന്നെ നമുക്കതിനൊരു വ്യൂ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അവർ ചെയ്തേക്കുന്നത്. ഇൻസ്റ്റം ക്ലസ്റ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റൽ ഒന്നും അല്ല ഇൻസ്റ്റം ക്ലസ്റ്റർ വരുന്നത്. ചെറിയൊരു പോർഷൻ മാത്രം നമ്മൾ ഡിജിറ്റലായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ആ ഒരു ഡോർ പാഡിൽ നമുക്ക് ആ ഒരു ലൈനിങ് മാറ്റിയിട്ടുണ്ട്. താഴേക്ക് നോക്കിയാൽ 5 സ്പീഡ് ഗിയർ ബോക്സും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും ചാർജിങ് സോക്കറ്റും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട്. സീറ്റ് കവറൊക്കെ നോക്കിയാലും നല്ല ഫിനിഷിങ്ങിൽ തന്നെ സീറ്റ് കവർ ചെയ്തിട്ട് ഇത് എക്സ്ട്രാ കസ്റ്റമർ അഡീഷണൽ ആയിട്ട് പറഞ്ഞ് ചെയ്തേക്കുന്നതാണ്. എനിക്ക് ആ ആക്സസറി പാക്കേജിൽ വരുന്ന ഒരു കാര്യമല്ല, ഇത് കസ്റ്റമർ പറഞ്ഞ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് മിറർ നമ്മൾ മാനുവലി കൺട്രോൾ ചെയ്യണം. വേറെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു അകത്ത് പറയാനായിട്ടൊന്നുമില്ല. അത് അകത്ത് എന്താണ് കസ്റ്റമർ ചെയ്തിട്ടുള്ളത്, നമുക്ക് ആ ഒരു വുഡൻ ഫിനിഷിങ്ങും അതേപോലെ 3D മാറ്റും പിന്നെ ഈ ഒരു ബ്രസയുടെ ഒരു സംഭവം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ അകത്ത് കസ്റ്റമർ ചെയ്തിട്ടുള്ളൂ ഈ ഒരു ആക്സസറീസ് പാക്കേജിൽ വരുന്നതായിട്ട്. ഇത് ജസ്റ്റ് റിയർ സീറ്റിലേക്കൊന്ന് കയറി അവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. റിയർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇവിടെയും നമുക്ക് ആ ഒരു ലൈനിങ് നൽകിയിട്ടുണ്ട്. അതുകൊള്ള ആ ഒരു വുഡൻ ഫിനിഷിൽ അതൊരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. സോഫ്റ്റ് മെറ്റീരിയലാണ് ഇവിടെയൊക്കെ വരുന്നത്. സ്റ്റോറേജ് സ്പേസും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെയും അത് ചെയ്തിട്ടുണ്ട്. അതും കൊള്ളാം. കയറുന്ന സമയത്ത് കയറുന്നിടത്ത് തന്നെ പിന്നെ സീറ്റ് കവറൊക്കെ ഓൾറെഡി നമുക്ക് അത് എക്സ്ട്രാ ചെയ്തത് തന്നെയാണ്. അത് ആ സീറ്റ് കവറിൽ തന്നെ നമുക്ക് റിയർ സൈഡിൽ സ്റ്റോറേജ് സ്പേസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അത് കൊള്ളാം. പിന്നെ ഇവിടെ ഒരു ഹുക്ക് വരുന്നുണ്ട്. അത് കൊള്ളാം, നല്ല രസമുണ്ട്. അത് എന്തെങ്കിലും കവറുകളോ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഹാങ് ചെയ്ത് ഇടാനായിട്ട് പറ്റും. അത് നല്ലൊരു കാര്യം. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് നമുക്കവിടെ ഹാങ് ചെയ്ത് വെക്കാം. റിയർ AC വെൻറ്റ് വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെ. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ സെൻറ്ററിലായിട്ടാണ് ഒരു ലൈറ്റ് വരുന്നത്. അപ്പോൾ വേറെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ പറയാനായിട്ടൊന്നുമില്ല. ഒരുപാട് അക്സസറീസ് ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. ചെറിയ ആ ഒരു ഇതും മാറ്റും പിന്നെ സ്റ്റോറേജ് സ്പേസും ഒക്കെ നൽകി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വുഡൻ ഫിനിഷിങ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഇനി നമുക്ക് എൻജിൻ ബേയിലേക്കൊന്ന് പോവാം. അവിടെ എന്തെങ്കിലുമൊക്കെ അവിടെ പുതുമയൊന്നുമില്ല, എൻജിൻ തന്നെ ഉള്ളൂ. എൻജിൻ ബേക്കകത്ത് ജസ്റ്റ് താക്കോൽ ഓഫ് ചെയ്തോട്ടെ. താക്കോൽ ഓണായി കിടക്കുകയാണ്. താക്കോൽ നമ്മൾ ഓഫ് ചെയ്തോട്ട്. അപ്പോൾ അത്യാവശ്യം അക്സസറീസ് ഒക്കെ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. അത് കസ്റ്റമർ മാത്രമല്ല, ആ ഒരു പാക്കേജിനുള്ളിൽ വരുന്ന അക്സസറീസ് അത്യാവശ്യമുണ്ട്. അങ്ങ് ഓവറായിട്ട് തോന്നുന്ന അക്സസറീസോ കാര്യങ്ങളൊന്നും എനിക്കൊന്നാണ്ടേ. നമുക്കിവിടെ മിററിൽ ചെറിയൊരു സംഭവം നൽകിയിട്ടുണ്ട്. അത് നമുക്ക് എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് തന്നെ വരുന്നതാണ്. അത് നല്ല രസമുണ്ട് വെളിയിൽ നിന്ന് കാണുന്നതിന് വേണ്ടിയിട്ട്. അത് കൊള്ളാം. പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. ഞാൻ ഇപ്പോഴാണ് അത് കണ്ടത്. നേരത്തെ കണ്ടതാണ്, പക്ഷേ പറയാൻ വിട്ടുപോയി. അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു ഗ്ലോസി ഫിനിഷിലൊക്കെയാണ് നൽകിയത്. അപ്പം എൻജിൻ ഓപ്ഷനെ കുറിച്ച് അറിയാം. ഡീസൽ നമുക്ക് മാരുതിയുടെ വണ്ടികളൊന്നും നിലവിലില്ല എന്നുള്ള കാര്യം അറിയാം. വുഡിനൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അത് ഞാൻ എടുത്ത് പറഞ്ഞേക്കാം. എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് 1.5 ആണ് നമ്മുടെ എഞ്ചിൻ വരുന്നത്. 4 സിലിണ്ടർ 101.64 bhp 136.8 Nm ടോർക്ക്. ഏകദേശം ഒരു 17-18 റേഞ്ചിൽ മൈലേജ് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. അപ്പം മോശമല്ലാത്ത രീതിയിൽ മൈലേജും കിട്ടുന്നൊരു വാഹനമാണ്. 1.5 ആണ് എഞ്ചിൻ വരുന്നത്. അപ്പോൾ അത്യാവശ്യം പവർഫുള്ളായിട്ടൊരു എഞ്ചിൻ തന്നെ വരുന്നുണ്ട്. പയ്യെ ഞാനതങ്ങ് അടച്ചോട്ടെ. അയ്യോ വരുന്നില്ല. ഓക്കെ, പയ്യെ നമുക്കങ്ങ് അടയ്ക്കാം.
ക്ലോസ് ചെയ്യാം. ഇൻസുലേഷനൊക്കെ നൽകി, ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. താഴ്ഭാഗത്ത് കുഴപ്പമില്ല. അപ്പോൾ കണ്ടല്ലോ, ഇത്രയുമാണ് നമ്മുടെ ബ്രസ VXi ആണ്. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം അക്സസറീസ് ഒക്കെ അവർ ചെയ്തു, നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ടും. ഇതിനകത്ത് ഇപ്പോൾ ആകെ നമ്മൾ എക്സ്ട്രാ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അലോയ് വീൽ ഇട്ടാൽ മാത്രം മതിയാവും. പക്ഷെ അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം വീൽ കപ്പ് അത്യാവശ്യം കൊള്ളാം, കുറച്ച് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കളറല്ല, അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് അത് കാണുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ക്ലാഡിങ്ങും എല്ലാം കൊള്ളാം, വലിയ വൃത്തിയുടെ കാര്യങ്ങളൊന്നുമില്ല. ചില അക്സസറീസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര വൃത്തിയോട് തോന്നും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ഒരു സ്വിഫ്റ്റ് കിടപ്പുണ്ട്. അപ്പോൾ സ്വിഫ്റ്റിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഈ ഒരു ബ്ലാക്കിനകത്ത് ഈ ഒരു വൈറ്റ് നൽകിയിട്ടുള്ളത് കൊള്ളാം. അതേപോലെ തന്നെ ഈ ഒരു ക്ലാഡിങ് ഒക്കെ നൽകിയിരിക്കുന്നത് കണ്ട് അത് നല്ല രസമുണ്ട്. ഫോഗ് ലാമ്പ് എക്സ്ട്രാ ചെയ്തേ, എനിക്കൊന്നും ഇതും ഒരു പാക്കേജ് ആയിരിക്കും. അത് ഞാൻ ചോദിച്ചില്ല എന്തോന്നുള്ളത്. നല്ല രസമായിട്ട് അത് ചെയ്തിട്ടിട്ടുണ്ട്. അത് നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് VXi ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ ഇതേപോലെ അക്സസറീസ് ചെയ്ത് നമുക്ക് വാഹനം ഇറക്കാം. ഇതിനകത്ത് സീറ്റ് കവറൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ നല്ല രസമുണ്ട് കാണാൻ. ഞാൻ ചെന്ന് കാണിച്ചു തരാം. എന്തായാലും നമ്മളിത് കാണിച്ചില്ലേ, ലോക്കാണ്. കുഴപ്പമില്ലാണ്, ഇവിടുന്ന് കാണാൻ പറ്റും. നല്ല പ്രീമിയം പോലെ തോന്നിക്കുന്ന സീറ്റ് കവറാണ് വാഹനത്തിൽ ചെയ്തത്. നല്ല രസമുണ്ട് കാണാനായിട്ട്, കൊള്ളാം. അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് അവിടെയൊക്കെ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അക്സസറീസ് ചെയ്ത വീഡിയോ നമ്മൾ ചെയ്തിട്ടാണ് സ്വിഫ്റ്റിൻ്റെത്. അപ്പോൾ കണ്ടല്ലോ, അത്രയും ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കാം എന്നാണ് എൻ്റെ വിശ്വാസം. ജസ്റ്റ് കണ്ടതുകൊണ്ട് ഞാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ. നമ്പറുണ്ട്, ആകാശനെ വിളിച്ചാൽ മതി. ഞാൻ ആകാശനെ കാണാൻ വന്ന സമയത്ത് ജസ്റ്റ് ഞാനിത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ അതിൻ്റെ ഫുൾ ഇത് വെച്ചിട്ടുണ്ട്. അതാണ്ടേ എന്തൊക്കെയാണ് ആ ഒരു ഇന്ത്യയിലെ കിറ്റ് വരുന്നത്. നമ്മൾ ആ വുഡൻ ഫിനിഷിങ്ങിൻ്റെ കാണിച്ചു, 3D മാറ്റിൻ്റെ നമ്മൾ കാണിച്ചു, ഫോഗ് ലാമ്പ് വരുന്നുണ്ട്, പിന്നെ ബോഡി സൈഡ് മൗണ്ടിങ് അത് വരുന്നുണ്ട്, റിവേറ്റ് ക്യാമറ വരുന്നുണ്ട്, പിന്നെ ഈ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന അക്സസറീസ് എന്തൊക്കെയാണെന്നുള്ളത്. അത് കൊള്ളാം. ഒരു പേരുമൊക്കെ അവർ ഇട്ടിട്ടുണ്ട്, അതൊക്കെ കൊള്ളാം. അപ്പോൾ ഇത്രയും ഉള്ളൂ നമുക്ക് ഇതിനകത്ത് പറയാനായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ കൂടുതലായിട്ട് അറിയാൻ ആകാശനെ വിളിച്ച് വണ്ടി ബുക്ക് ചെയ്ത് സ്വന്തമാക്കുക, അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. വേറെ ഒന്നുമില്ല പറയാം. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ നമ്മൾ അടുത്ത ദിവസം വരും. അതുപോലെ എല്ലാ കൂട്ടുകാർക്കും ബൈ.